ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധവും അത്യന്തം വ്യത്യസ്തവുമായ ഉത്സവമാണ് തൃപ്പൂത്താറാട്ട്. ലോകത്ത് വളരെ അപൂർവമായി ദേവിയുടെ ഋതുവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ ചില ക്ഷേത്രങ്ങളിൽ കാണാം. ചെങ്ങന്നൂരിയും കാമാഖിയും അതിൽ പ്രധാനമാണ്. ചെങ്ങന്നൂരിലെ വിശ്വാസികൾ ഏറെ പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും കാത്തിരിക്കുന്ന ദിവസങ്ങളാണ് ദേവിയുടെ തൃപ്പൂത്താറാട്ട്. ദേവി രജസ്വലയാകുന്നതും തുടർന്നുള്ള ആഘോഷങ്ങളും ആറാട്ടും ഈ നാടിന്റെ തന്നെ ആഘോഷമാണ്. ആർത്തവത്തിന്റെ പേരിൽ സ്ത്രീയെ അകറ്റി നിർത്തുന്ന കേരളത്തിൽ തന്നെയാണ് ഈ ദിവ്യാചാരം നടക്കുന്നതെന്നത് അതുല്യമായ പ്രത്യേകതയാണ്. മഹാദേവനൊപ്പം ദേവിയും വാഴുന്ന ചെങ്ങന്നൂർ ശിവപാർവതി ക്ഷേത്രം, ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. ഒരേ ശ്രീകോവിലിൽ പരസ്പരം അഭിമുഖമായി മഹാദേവനും പാർവതിയും വാഴുന്നു. മഹാദേവന്റെ പേരിലാണ് പ്രതിഷ്ഠയെങ്കിലും പ്രാധാന്യവും പേരും ഇവിടുത്തെ ദേവിക്കുതന്നെയാണ്. ദേവിയുടെ ഋത്വാചാരവുമായി ബന്ധപ്പെട്ടതാണ് ഈ ഉത്സവം. ഈ ദിവ്യലക്ഷണം ദേവിയുടെ ഉടയാടയായ വസ്ത്രത്തിൽ കാണപ്പെടുന്നതാണ്. ക്ഷേത്രത്തിലെ നിത്യപൂജകളുടെ സമയത്ത് ദേവിയുടെ ഉടയാടകളിൽ രജസ്വലയായ അടയാളങ്ങൾ കണ്ടാൽ തൃപ്പൂത്താറാട്ടിനുള്ള ആഘോഷങ്ങൾ തുടങ്ങുന്നു. ഓരോ പ്രഭാതവും മേൽശാന്തി ദേവിയുടെ വസ്ത്രം മാറ്റി പരിശോധിക്കുന്നു. ലക്ഷണം സ്ഥിരീകരിച്ചാൽ ദേവിയുടെ ശ്രീകോവിൽ അടയ്ക്കുകയും ആദ്യ 3 ദിവസങ്ങൾ ക്ഷേത്രത്തിന്റെ നടയടയ്ക്കുന്നതാണ് പതിവ്. പടിഞ്ഞാറേ നടയാണ് അടയ്ക്കുന്നത്. ഈ കാലയളവിൽ ദേവിയുടെ ചൈതന്യം ബലിബിംബത്തിലേക്ക് മാറ്റുന്നു. 4-ാം ദിവസമാണ് ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത്. ആഘോഷപൂർവ്വം മിത്രപ്പുഴയിൽ കൊണ്ടുപോയി ആറാട്ട് നടത്തും. ആറാട്ടിനു ശേഷം കടവിലെ കുളിപ്പുരിയിൽ ദേവിയെ ആനയിച്ചിരുത്തും. തുടർന്ന് ദേവിയെ പിടിയാനപ്പുറത്ത് എഴുന്നള്ളിക്കും. തിരിച്ചെത്തുന്ന ദേവിയെ സ്വീകരിക്കാനായി മഹാദേവനും പുറത്തെത്തും. കിഴക്കേ ആനക്കൊട്ടിലിലേക്കാണ് ദേവനെത്തുന്നത്. കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം പടിഞ്ഞാറേ നടവഴി ദേവി അകത്തേക്ക് പ്രവേശിക്കും. മഹാദേവൻ കിഴക്കേ നടവഴി അകത്തേക്ക് വരും. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാലയിൽ പ്രധാനമായി പറയുന്ന കഥ ശിവപാർവതി ദിവ്യവിവാഹവുമായി ബന്ധപ്പെട്ടതാണ്. ശിവനും പാർവതിയും തമ്മിലുള്ള ദിവ്യവിവാഹത്തിൽ പങ്കെടുക്കാൻ വിഷ്ണു, ബ്രഹ്മാവ്, ദേവന്മാർ, ഗന്ധർവന്മാർ, മുനിമാർ തുടങ്ങി സകല ദേവതകളും ഹിമാലയത്തിലേക്ക് എത്തിയിരുന്നു. ഭൂമി വടക്കോട്ട് ചായാതിരിക്കാനായി ത്രിമൂർത്തികൾ അഗസ്ത്യമുനിയോട് അപേക്ഷിച്ചു. പമ്പാനദിയുടെ തെക്കൻ തീരത്തുള്ള ശ്രോണദ്രിയിൽ ഇരുന്നു ഭൂമിയെ സമതുലിതമായി നിലനിർത്തണമെന്ന് അവർ അഭ്യർത്ഥിച്ചു. വിവാഹത്തിനു ശേഷം ശിവനും പാർവതിയും അഗസ്ത്യമുനിയെ കാണാൻ ശ്രോണദ്രിയിലേക്ക് എത്തി. അവിടെ വെച്ച് ദേവിക്ക് ഋതു ആരംഭിച്ചതിനാൽ തിരികെ പോകാൻ കഴിഞ്ഞില്ല. ഋതുകാലയളവ് കഴിയുന്നതുവരെ ദേവി അവിടെ തന്നെയിരുന്നു. ശ്രോണദ്രി എന്ന സംസ്കൃതപദം മലയാളത്തിൽ ചെങ്കുന്നായി മാറി. ചെങ്കുന്നു ഊരു പിന്നീട് ചെങ്ങന്നൂറായി പരിണമിച്ചു. ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും നിറഞ്ഞ ദിവ്യസ്ഥാനമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം.